നമസ്കാരം. കോൺഗ്രസിന്റെ തനി സ്വഭാവം ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. ഒരിക്കലും ഒരു കാലത്തും ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യാതെ മുസ്ലിമിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഇതോടുകൂടി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇനി ആരുടെ കൂടെ നിൽക്കുമെന്ന് സുപ്രീം കോടതിയിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഓരോ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും രാഹുൽ ഗാന്ധി നേരിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പോവുകയും അവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ഹിന്ദുക്കളോടൊപ്പമാണ് എന്ന് ഹിന്ദുക്കളെ ബോധ്യപ്പെടുത്താൻ അഥവാ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ക്ഷേത്രത്തിലെ ഓരോ പ്രവൃത്തികളിലും പങ്കെടുക്കുന്ന ഒരു രീതി, ഒരു നാടകമാണ് രാഹുൽ ഗാന്ധി എല്ലാ കാലത്തും കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചത് ഇതാണ്. അതായത് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1947 ഓഗസ്റ്റ് 15 നിലവിലുണ്ടായിരുന്ന ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം മാറ്റാനോ ചോദ്യം കോടതിയിൽ ചെയ്യാനോ ഇന്ത്യൻ പൗരനുള്ള അവകാശം നിരോധിച്ചുകൊണ്ട് കോൺഗ്രസ് 1993 പാസാക്കിയ നിയമം. ഈ നിയമം മൂലം ഹിന്ദുക്കൾക്ക് മുഗളന്മാർ തകർത്തതോ നശിപ്പിച്ചതോ ആയ ഒരു ക്ഷേത്രത്തിനും തെളിവുണ്ടെങ്കിൽ പോലും കോടതിയെ സമീപിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന രീതിയാണ് ഈ ആക്ടിൽ പ്രതിപാദിക്കുന്നത്. ഇപ്പോ കാശി അടക്കം ഒരു ക്ഷേത്രവും ഹിന്ദുക്കൾക്ക് തിരിച്ചു കിട്ടരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ഈ നിയമം പാസാക്കിയത്. മുഗൾ ഇസ്ലാമിക് ഭരണകാലത്ത് കൈവശപ്പെടുത്തിയ ക്ഷേത്രങ്ങൾ തിരിച്ചു പിടിക്കുന്നത് തടയുന്ന നിയമപരമായ ആരാധനാലയ നിയമത്തിനായി കോൺഗ്രസ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ഈ നിയമത്തെ പിന്തുണച്ച കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ നിയമത്തിന്റെ സാധ്യതയെക്കുറിച്ചുള്ള വാദം കേൾക്കലിൽ കക്ഷി ചേരാനാണ് കോൺഗ്രസിന്റെ നീക്കം. രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ ഈ നിയമം ആവശ്യമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ രാജ്യത്തിന്റെ മതേതരത്വം അപകടത്തിലാകുമെന്നും കോൺഗ്രസ് പറയുന്നു. ആരാധനാ സ്ഥലം നിയമത്തിലെ ഏതെങ്കിലും മാറ്റം ഇന്ത്യയുടെ മതപരമായ ഐക്യത്തിനും മതേതരത്തിനും അപകടമുണ്ടാക്കുമെന്നാണ്. ആ രീതിയിലേക്ക് വരുമ്പോൾ ഇത് ഭയപ്പെടുത്തുന്നതിനാൽ അതിന്റെ ഭരണഘടനാപരവും സാമൂഹികവുമായ പ്രാധാന്യം കോടതി വ്യക്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഈ നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജികളിൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഹിന്ദു, സിഖ്, ജൈനമതം, ബുദ്ധ മതവിഭാഗത്തിൽപ്പെട്ടവരോട് വിവേചനം കാണിക്കുന്നില്ല എന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അതേസമയം ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ നിയമത്തെ സുബ്രഹ്മണ്യ സ്വാമിയും അശ്വിനി വൈഷ്ണവും അതുപോലെ തന്നെ അശ്വിനി ഉപാധ്യയും മറ്റ് സംഘടനകളും എതിർത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് വേണ്ടി അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡും ജമാഅത്തും ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അവരും കോൺഗ്രസിനൊപ്പം കക്ഷി ചേർന്നുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചത്. ഈ വിഷയത്തിൽ ഗ്യാൻഭാബി മസ്ജിദ് കമ്മിറ്റിയും പുതിയ ഹർജി സമർപ്പിച്ചു. എന്നാൽ അതേസമയം 2013 കോൺഗ്രസ് വഖഫ് നിയമം പാസാക്കി. വഖഫ് നിയമം അനുസരിച്ച് വഖഫ് ബോർഡിന് ആരുടെ വസ്തുവിലും അവകാശം ഉന്നയിക്കാം. അതിന് ഒരു നിയമവും പ്രതിപാദിക്കുന്നില്ല. ഉന്നയിച്ചാൽ ഇരയ്ക്ക് ഒരു കോടതിയിലും പോകാൻ പറ്റില്ല. പകരം വഖഫ് ട്രിബ്യൂണലിൽ ചെല്ലണം. ചെന്നാലും വഖഫ് പറയുന്നതാണ് ട്രിബ്യൂണൽ അവസാനമായി അംഗീകരിക്കുക. ആദ്യം മുതൽ തന്നെ മുസ്ലിമിന് വേണ്ടി കുഴലൂതുന്ന ഒരു കോൺഗ്രസ് പാർട്ടി, മുസ്ലിമിന് വേണ്ടി കുഴലൂതുന്ന രാഹുൽ ഗാന്ധി, മുസ്ലിമുകളുടെ അടിമയായി മാറിയ ഒരു വ്യക്തി, അതാണ് രാഹുൽ ഗാന്ധി അഥവാ കോൺഗ്രസ് എന്ന പാർട്ടി. ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന്, അതായത് മതേതരത്വം ആണ്, എല്ലാ മതത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു, ഒന്നിച്ച് പ്രവർത്തിക്കുന്നു, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ഓരോയിടത്തും വീമ്പിളക്കി സമ്മേളനം നടത്തുമ്പോഴും ഇതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: പാകിസ്ഥാനെ പ്രീണിപ്പെടുത്തുക, പാകിസ്ഥാനെ സന്തോഷപ്പെടുത്തുക, മുസ്ലിമുകളെയും ജിഹാദികളെയും സന്തോഷപ്പെടുത്തുക. ഇതാണ് രാഹുലിന്റെ ലക്ഷ്യം.